ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ ജയ്സൽമേറിലേക്ക് കയറിയ ബസ്സിൻ്റെ അവസ്ഥ. പക്ഷേ എങ്ങനെയൊക്കെയോ ഉറങ്ങിയെന്ന് പറയാം. അങ്ങനെ ദേ സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്. ഇതെന്തായാലും ഹിന്ദി അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ അസ്യൂം ചെയ്തു ഇത് മിക്കവാറും മാർവാരി എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് ആയിരിക്കും. കാരണം രാജസ്ഥാനിലെ ലോക്കൽ ലാംഗ്വേജ് മാർവാരിയാണല്ലോ, നമുക്ക് മലയാളം പോലെ. ഞങ്ങൾ ഇപ്പോൾ ജയ്സൽമേർ എത്തും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ജംഗ്ഷൻ എന്നല്ല അതുപോലെ ഒരു സ്ഥലത്ത് നിർത്തിയത്. ഇനി ഇവിടുന്ന് നമ്മൾ വേറെ ബസ് മാറിക്കയറണം. രാവിലെ ഇവിടെ നിർത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ ചോദിച്ചു, ഓക്കെ അടുത്തെങ്ങാനും വല്ല വാഷ്റൂം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ പറമ്പിൽ പോയി മുള്ളേണ്ട അവസ്ഥയായി. പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് നെക്സ്റ്റ് ബസ്സിൽ കയറിയത്. ഈ ചായ ഉണ്ടാക്കണ ചേട്ടനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബസ്സിൻ്റെ റേറ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഇത് ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ഞാൻ ആ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ, അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് 2 ഗേൾസ് മാത്രം വരികയാണെങ്കിലും ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ട്രെയിനിന് പോവുക, ബസ് എടുക്കാതെ. ഫ്രം ദെയർ ജയ്സൽമേറിലേക്ക് ഒരു 1.5 hours ഉണ്ടായിരുന്നു. സുപ്രിയ ഈ പ്രോട്ടീൻ ബാസ് വാങ്ങി വെച്ചത് എത്ര നന്നായി എന്ന് ഞാൻ ആലോചിച്ചു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു അന്ന്. അവിടുന്ന് ഒരു ഓട്ടോയിൽ ഞങ്ങൾ ജയ്സൽമേർ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇതെന്താ ഡയറക്റ്റ് ഫോർട്ടിലോട്ട് അങ്ങോട്ട് സ്ഥലം കാണാൻ പോവാണോ എന്ന്. അല്ല, ഞങ്ങളുടെ ഹോസ്റ്റലുള്ളത് ഫോർട്ടിൻ്റെ ഉള്ളിലാണ്. ഓട്ടോ ഉള്ളിലേക്ക് കടത്തി വിടില്ല. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു. കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ഹോസ്റ്റലിലേക്ക്. ബട്ട് ഡു യു സീ ദിസ് വ്യൂ? ഇത് കണ്ടുകൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട്, നല്ല രസമായിരുന്നു. വി സ്റ്റേഡ് ഇൻ ഹോസ്റ്റൽ ഫോർ 2 days. അതിൽ ഒരെണ്ണം ജയ്സൽമേർ ഫോർട്ടിലും മറ്റേത് ഡെസേർട്ടിലുമാണ് സ്റ്റേ ചൂസ് ചെയ്തത്. സ്റ്റേൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും റിവ്യൂ ഒക്കെ ഞാൻ പറയാം. ആദ്യം നമുക്ക് ലഞ്ച് കഴിക്കാം. രാവിലെ ഒരു യോഗ ബാർ കഴിച്ചെങ്കിലും അതീ നടത്തത്തിൽ ഫുൾ തീർന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ഒന്നും നോക്കിയില്ല, വലിയൊരു താലി തന്നെ ഓർഡർ ചെയ്തു. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷായി. എന്നിട്ടൊരു ഈവനിങ് ഒക്കെ ആയ സമയത്ത് വി തോട്ട് നമുക്ക് സൺസെറ്റ് കാണാം, പിന്നെ ഫോട്ടോ ഒക്കെ ഒന്ന് ചുറ്റും കറങ്ങാം. എൻ്റെ ഉദയ്പൂർ വ്ളോഗ് എൻ്റെ 2-3 ഫ്രണ്ട്സ് കണ്ടിട്ട് പറഞ്ഞു, ഓഹ് വല്ലാത്ത ഹിസ്റ്ററി ക്ലാസ് ആയിരുന്നു എന്ന്. പക്ഷെ ഗൈസ്, ഇതൊക്കെ കുറച്ച് ബേസിക് ഇൻഫോ ആണ്. പിന്നെ ഇത്രയും നല്ല സ്ഥലത്ത് ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസിൽ വന്നിട്ട് ഞാനത് എങ്ങനെ പറയാതിരിക്കുക. ഇതൊക്കെ ഞാനൊരു ഡിസ്ക്ലെയിമറായി പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ജയ്സൽമേറിലെ കുറച്ച് ഹിസ്റ്ററി കേൾക്കാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ജയ്സൽമേർ ബിൽഡ് ചെയ്തിട്ടുള്ളത് 800 വർഷം മുമ്പാണ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ലിവിംഗ് ഫോർട്ടാണ് ഇപ്പോഴും. 2000 തൊട്ട് 3000 റെസിഡൻസ് വരെ ഈ ഫോർട്ടിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. വീടുകൾ മാത്രമല്ല, കുറേ ടെമ്പിൾസും ഈ ഫോർട്ടിൻ്റെ ഉള്ളിലുണ്ട്. ഫോർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നടന്ന് നമ്മൾ നാളെ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് പത്വ ഹവേലി, പിന്നെ അതിനുശേഷം ഗഡീസർ ലേക്കിൽ സൺസെറ്റ് കാണാനുമാണ്. ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്. ഞങ്ങളിത് ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ഫാനായിരുന്നു. കാരണം ഡയറക്റ്റ് ഓറഞ്ച് ജ്യൂസാണ്, വിത്തൗട്ട് ആഡിങ് ഈവൻ വാട്ടർ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇനി അവിടുത്തെ ഓറഞ്ചിൻ്റെ ഗുണം കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അവിടുന്ന് നമ്മൾ മസാല പപ്പട് വാങ്ങി. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നടന്നിട്ടാണ് ഈ പത്വ ഹവേലി കാണാൻ പോയത്. ഈ വലിയ വലിയ മാൻഷൻസിന് പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഹവേലി എന്ന്. അവിടെ ഇപ്പോഴും വലിയ വലിയ ഹവേലീസ് ഉണ്ട്, അതിൽ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ചില ഹവേലീസ് ഇതേപോലെ ടൂറിസ്റ്റിന് കാണാനും ഒക്കെ പറ്റും. ഇവിടെ ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റിൻ്റെ പ്രൈസ് 150 ആണ് പെർ പേഴ്സൺ. ഫോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ പണ്ട് ഇഷ്ടംപോലെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ പണ്ട് ഹവേലീസ് ഒക്കെ പണിത് ഇവിടെ താമസിച്ചാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ദിസ് ഇസ് എ 3-story ബിൽഡിംഗ്. ഇവിടെ നമുക്ക് സിറ്റി പാലസിലെ പോലെ തന്നെ കുറേ മിറർ വർക്ക്സും മൈന്യൂട്ട് പെയിൻറ്റിങ്സും ആണ് നമുക്ക് സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നത്. അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ് മെറ്റീരിയൽസും പിന്നെ അവരുടെ ട്രഡീഷണൽ ബാംഗിൾസ് ഇല്ലേ, ഇങ്ങനെ കുറേ കയ്യിലിടുന്ന വൈറ്റ് ബാംഗിൾസ്, അതും ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ യുണീക്ക് സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ ഒപ്പം കണ്ടതാണ് ഈ ഡിനോസറക്. അതൊന്നും എത്രത്തോളം സത്യം എന്നറിയില്ല. ഹവേലിയുടെ റൂഫ് ടോപ്പിൽ നിന്ന് നമുക്ക് ഫോർട്ടിൻ്റെ ഇങ്ങനൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഹവേലി കാണാൻ 150 പെർ പേഴ്സൺ ഇച്ചിരി ഓവർ പ്രൈസ്ഡ് അല്ലേന്ന് തോന്നി. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതെനിക്ക് പോണ്ട എന്നാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്കിപ്പ് ദിസ് പ്ലേസ്. ഹവേലിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ രാജസ്ഥാൻ ഫോക്ക് മ്യൂസിക് ഒക്കെ അവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ പാടുന്നുണ്ടായിരുന്നു.
मोबाइल आ जाता है इसमें। അയ്യോ, दूसरा ले लो मैडम, बहुत है उसमें यहाँ। आप इधर का ही है क्या? हाँ इधर का ही है, ये भी 100 रुपीज़। പത്വ ഹവേലിയുടെ പുറത്തൊക്കെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള നോബ്സ് കാണുന്നത്. നമുക്ക് ഡോറിനും ഷെൽഫിനൊക്കെ വെക്കാൻ പറ്റുന്നത് എസ്തെറ്റിക്കലി പ്രെറ്റി ആയിട്ടുള്ള നോബ്സ് ആയിരുന്നു. ഇതുപോലെ തന്നെ കണ്ട വേറെ സംഭവമാണ് പാരറ്റ്സ്. ഇഷ്ടം പോലെ പാരറ്റ്സ് ഉണ്ട് രാജസ്ഥാനിൽ. ഇങ്ങനെ കൂട്ടം കൂട്ടമായി പറക്കുന്നത് കാണാം. പത്വ ഹവേലിയിൽ നിന്ന് ഞങ്ങൾ നടന്നാണ് ഗഡീസർ ലേക്കിലേക്ക് പോയത്. ഇവിടെ എത്തിയപ്പോൾ ഇത്രയും തിരക്കുണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഗഡീസർ ലേക്ക് 14th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാൻമെയ്ഡ് റിസർവോയർ ആണ്. അന്നത്തെ റൂളർ റെയിൻ വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ബിൽഡ് ചെയ്തത്. ജയ്സൽമേർ ഒരു ഡെസേർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടറിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പണ്ട് കാലത്തൊക്കെ ഇത് മാത്രമായിരുന്നു ഇവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് വാട്ടർ. പക്ഷേ ഇന്ന് ഇത് വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ജയ്സൽമേറിലെ. കാരണമുണ്ട്, ചുമ്മാ ഒരു മാൻമെയ്ഡ് റിസർവോയർ അല്ല, ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആർക്കിടെക്ചർ ഇസ് ബ്യൂട്ടിഫുൾ. ഈ വ്യൂ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബോട്ടിങ്ങും സൺസെറ്റിന് ശേഷം അവിടെ ഒരു ലേസർ വാട്ടർ ഷോയും ഉണ്ട്. ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ടാണ് വന്നതെങ്കിലും അന്ന് ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ട് സൺസെറ്റ് കണ്ടില്ല. പക്ഷേ ദേ ലേസർ വാട്ടർ ഷോ കാണാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ തിരിച്ച് ഫോർട്ടിലെത്തി. നൈറ്റിലെ ഫോർട്ടിന്റെ വ്യൂ ദേ ഇത്ര അടിപൊളിയാണ്. ഹോസ്റ്റലിൽ കയറുന്നതിന് മുന്നേ വി തോട്ട് നമുക്ക് ചുമ്മാ ഫോർട്ടിലൊക്കെ ഒന്ന് നടക്കാം രാത്രി. അങ്ങനെ നടക്കാൻ പോയിട്ടാണ് ഫോർട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടതും അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചതും. ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ആയെങ്കിലും പിന്നെ കുറച്ച് ഗേൾസിനൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമാധാനമായി. നെവർ എവർ തോട്ട് ജയ്സൽമേറിൽ ചെന്നിട്ട് അവിടെ ഫോർട്ടിൽ താമസിക്കുന്ന ഫാമിലിയുടെ ഒപ്പം ഡിന്നർ കഴിക്കാൻ പറ്റുമെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ എന്തോ ഒരു റിച്വൽ നടക്കുന്നുണ്ടായിരുന്നു. എന്താന്നുള്ളത് കറക്റ്റ് അറിയില്ല. അറിയാത്തതാണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കുറെ നേരം നോക്കി നിന്നായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റൽ ജയ്സൽമേറിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് വന്നിരിക്കാനൊക്കെ പറ്റും. രാത്രി നല്ല രസമുണ്ടായിരുന്നു, തണുപ്പും. അങ്ങനെ ജയ്സൽമേറിലെ ഡേ 1 കഴിഞ്ഞു. ഡേ 2 വിശേഷം പറയുന്നതിന് മുന്നേ ഞാൻ സ്റ്റേ ഡീറ്റെയിൽസ് പറയാം. ജയ്സൽമേറിൽ കുറേ ഹോസ്റ്റൽസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ നിന്നത് ഹോസ്റ്റൽ ജയ്സൽമേറിലാണ്. ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോസ്റ്റലാണത്. ഞങ്ങൾക്ക് എന്തോ ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെ താമസിക്കണം തോന്നി. എപ്പോഴും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്ത് പോയാലും ഇങ്ങനെ ഫോർട്ടിന്റെ ഉള്ളിൽ താമസിക്കാം എന്നുള്ള ഒരു അവസരം കിട്ടില്ലല്ലോ. ഹോസ്റ്റലിന്റെ ഫ്രണ്ട് വ്യൂ തന്നെ ഇങ്ങനെയാണ്. നമുക്ക് കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആയിരുന്നു. അവർ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞി മെത്തയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ വ്യൂ കണ്ടപ്പോൾ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചത്. എനിക്ക് ദയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഞ്ജു വാര്യരുടെ ഒരു സിനിമയുണ്ട്, MT എഴുതിയിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ ഇവർ ഇവിടെയാണോ ഷൂട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതേ ഫ്രെയിംസ് പോലെ തോന്നി. അന്നേ എനിക്ക് ആ ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ മേ ബി ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം കേട്ടോ. ഡേ 2 ഞങ്ങളുടെ അജണ്ടയിൽ ഈവനിങ് ഫോട്ടോ ഒന്ന് നടന്ന് കാണണം, പിന്നെ നല്ല സൺസെറ്റ് കാണണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഈ കുട്ടികൾ പട്ടം പറത്തുന്നതും അങ്ങനെയൊക്കെ കണ്ടത്. നമ്മൾ ജയ്സൽമേറിന് റിസ്വാനെ വീണ്ടും കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ലാസ്റ്റ് ഉദയ്പൂർ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ റിസ്വാനെ എങ്ങനെ പരിചയപ്പെട്ടെന്നുള്ളത്. അത് കൂടാതെ ഈ 2 ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്സിനെ പരിചയപ്പെട്ടു. ഗോപി ചേട്ടനും സുജാത ചേച്ചി. ഈ ചേച്ചിയുടെ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പരിപാടിയിൽ പുള്ളിക്കാരത്തി യാത്രാനുഭവങ്ങൾ പറയുന്നതും എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞ് ഈ പ്രായത്തിൽ ഇവർ രണ്ടുപേരും ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനുള്ള തീരുമാനം എടുത്തതും ഒക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണെന്നൊക്കെ. അവരുടെ യാത്രാകഥകളൊക്കെ അവിടെ നിന്ന് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അവരൊരു സ്ഥലത്ത് പോയാൽ കുറേ ദിവസം അവിടെ നിന്ന് ആ സ്ഥലം ഒക്കെ കണ്ട് മെല്ലെയാണ് അവരുടെ ട്രാവലിംഗ് പ്രോസസ്സ്. ഇന്ത്യയിലെ തന്നെ 90% സ്റ്റേറ്റ്സ് ഒക്കെ അവർ കവർ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ എപ്പോഴാണ് നമ്മളൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യാന്ന് തോന്നിപ്പോയി. സൺസെറ്റ് കാണാൻ പോകുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പിറ്റ് സ്റ്റോപ്പൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് കാണാൻ പറ്റും. ഈ ജയ്സൽമേറിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഗോൾഡൻ സിറ്റി. ഈ ഫോർട്ടും ജയ്സൽമേറിലെ ചുറ്റുമുള്ള ബിൽഡിങ്സ് ഒക്കെ യെല്ലോ സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൺറൈസ് സൺസെറ്റ് ടൈമിലുള്ള ഒരു ഗോൾഡൻ ലൈറ്റ് ഈ യെല്ലോ സാൻഡ് സ്റ്റോണിലേക്ക് അടിക്കുമ്പോൾ ഒരു ഗോൾഡൻ റിഫ്ലക്ഷനാണ് സിറ്റിക്ക് കൊടുക്കുന്നത്.
അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ആസ്വദിച്ചാണ് നമ്മൾ സൺസെറ്റ് കണ്ടത്. ഞാൻ ഈ ഒരു കാഫേൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. നല്ല അടിപൊളി കാഫെയാണ് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കാൻ. ജയ്സൽമേർ ഫോർട്ടിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. നമ്മൾ ജയ്സൽമേറിനോട് മൊത്തത്തിൽ ബൈ പറയല്ല, ഇവിടെ വരെ വന്നിട്ട് ഒന്ന് ഡെസേർട്ടൊക്കെ കാണാണ്ട് പോകുന്നത് എങ്ങനെയാ. അപ്പം നാളെ നമ്മൾ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാജസ്ഥാൻ മരുഭൂമി എക്സ്പീരിയൻസ് ഞാൻ നെക്സ്റ്റ് വ്ളോഗിലിടാം.